ഇന്നലെ ഷിൻലോൺ ലജോങ് ഈസ്റ്റ് ബംഗാളിനെ ഐതിഹാസികമായി പരാജയപ്പെടുത്തി തങ്ങളുടെ ഡ്യൂറന്റ് കപ്പ് ചരിത്രത്തിൽ ഒരു വീരേതിഹാസം എഴുതി ചേർത്തപ്പോൾ അതിന്റെ വിജയാഘോഷത്തിൽ മുങ്ങിപ്പോയ അണ്ടർ റേറ്റഡ് ആയിപ്പോയ ഒരു അടിപൊളി ഐറ്റം ഉണ്ട്. അത് ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യൻ ആർമിയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി ഇന്ത്യൻ ആർമിയുടെ വലയിലേക്ക് രണ്ടാമത്തെ ഗോൾ അടിച്ച് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ സ്പാനിഷ് താരമായിട്ടുള്ള ഗില്ലർമോ ഫെർണാണ്ടസിന്റെ സ്കോർപിയോൺ കിക്ക് ഗോളാണ്. ഒരു തേളിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള അദ്ദേഹത്തിന്റെ സ്കോർപിയോൺ കിക്ക് ഗോൾ തീർച്ചയായിട്ടും ഈ സീസണിലെ ഗോൾ ഓഫ് ദി സീസൺ ആയി മാറും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഇനി ഇതിനേക്കാട്ടിൽ മികച്ച ഗോളുകൾ ഏതെങ്കിലും ഒന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പിറക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ഗോൾ ഓഫ് ദി സീസൺ പുരസ്കാരം മാറിപ്പോകാൻ സാധ്യതയുള്ളൂ. ഇടയിൽ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ 2017 ലോകത്തിലെ ഏറ്റവും മികച്ച ഗോളിന് കിട്ടുന്ന അവാർഡായിട്ടുള്ള പുഷ്കാസ് അവാർഡ് ഫ്രഞ്ച് താരമായിട്ടുള്ള ഒലിവർ ജിറൂദിന് കിട്ടിയത് ഈ ഗോളിന്റെ ഒരു എക്സാക്ട് കോപ്പിക്കാണ്. അല്ലെങ്കിൽ ഒലിവർ ജിറൂദ് നേടിയ ആ ഒരു പുഷ്കാസ് ഗോളിന്റെ എക്സാക്ട് കോപ്പിയാണ് ഇന്നലെ ഗില്ലർമോ ഫെർണാണ്ടസ് ഇന്ത്യൻ ആർമിക്കെതിരെ തൻ്റെ പിൻകാല് കൊണ്ട് സ്കോർപിയോൺ കിക്കിലൂടെ ഗോളാക്കി മാറ്റിയത്. ഇന്റർനാഷണൽ ലെവലിൽ, അതായത് അന്താരാഷ്ട്ര തലത്തിൽ, ഗ്ലോബലി ക്ലബ്ബ് ഫുട്ബോളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എറീന ഫുട്ബോളിൽ ഇതിനേക്കാൾ മനോഹരമായിട്ടുള്ള ഒരു ഗോള് പിറന്നില്ല എങ്കിൽ പുഷ്കാസ് അവാർഡ് ഇന്ത്യൻ ഫുട്ബോളിലേക്ക് വരാനുള്ള സാധ്യതകളെ തള്ളിക്കളയാൻ പറ്റില്ല. ഐ തിങ്ക് ഈ ഒരു ഗോള് പുഷ്കാസ് അവാർഡിന് നോമിനേറ്റ് ചെയ്യാൻ മാത്രം കാലിബർ ഉള്ളതാണെന്നാണ് വിശ്വസിക്കുന്നത്. നാഷണൽ ലെവൽ ടൂർണമെന്റ് ആയതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കപ്പെടുന്ന ഒരു സാധനമാണ്. സോ പുഷ്കാസ് അവാർഡിന് ഇന്ത്യയിൽ നിന്നും ഒരു കോമ്പറ്റീഷൻ വരുന്നു എന്ന് പ്രതീക്ഷിക്കാം. ഇന്നലെ ഷിൻലോൺ ലജോങ് ജയിച്ചതിൻ്റെ ഒരു ആഘോഷത്തിലായതുകൊണ്ട് മീഡിയ ഇത് ആഘോഷിക്കാത്ത സാധനമാണ്. ഈ ഗില്ലർമോ ഫെർണാണ്ടസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആള് ചില്ലറക്കാരനൊന്നുമല്ല കേട്ടോ. സ്പാനിഷ് താരമാണ്, 31 വയസ്സേ ഉള്ളൂ. 400-ലേറെ അപ്പിയറൻസ് ഉണ്ട്, 90-ലധികം ഗോളുകൾ അദ്ദേഹത്തിൻ്റെ ഹോൾ കരിയറിലുണ്ട്. നല്ല അസിസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബോൾ കൺട്രോളിൻ്റെ കാര്യത്തിലായാലും കൺസിസ്റ്റൻസിയുടെ കാര്യത്തിലായാലും ട്രിബ്ലിംഗ് ബൈ ഫോർത്തിൻ്റെ കാര്യത്തിലായാലും കർവിംഗ് ഗോളിൻ്റെ കാര്യത്തിലായാലും എല്ലാ തരത്തിലും വളരെ മികച്ച ഒരു അഡീഷനാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു താരം. ഗില്ലർമോയെ കുറിച്ച് ഇനിയും പറഞ്ഞു നിന്ന വീഡിയോയുടെ ലെങ്ത് കൂടും. ആള് ഒരു അടിപൊളി ഐറ്റം ആണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻ ഓരോ 90 മിനിറ്റ്സിലും 1.78 ആണ്. ഈ ഡ്യൂറന്റ് കപ്പിൽ 4 മത്സരങ്ങളിൽ നിന്ന് 4 ഗോളുകളും 2 അസിസ്റ്റുകളും ഇതുവരെ ഗില്ലർമോ ഫെർണാണ്ടസ് തൻ്റെ പേരിൽ എഴുതി ചേർത്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ലാലിഗയിലും ലാലിഗ 2-ലും യൂറോപ്പയിലും ചാമ്പ്യൻസ് ലീഗിലും എല്ലാം ഗോളുകൾ നേടിയിട്ടുള്ള താരമാണ്. പിന്നെ ആളിനെ കുറിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്പീഡ്, ബോൾ കൺട്രോൾ, സ്റ്റാമിന, ഡ്രിബ്ലിംഗ്, പാസിംഗ് എല്ലാം വളരെ മികച്ചു തന്നെ നിൽക്കുന്നതാണ്. പിന്നെ ആളിൻ്റെ ചില ദൗർബല്യങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബോഡി സ്ട്രെങ്ത്തും ഇത്തിരി കുറവാണ് ഗോൾ പോസ്റ്റിൻ്റെ മുന്നിൽ. പിന്നെ ഏരിയൽ എബിലിറ്റിയുടെ കാര്യത്തിലും അദ്ദേഹം ആളിത്തിരി വീക്കാണെന്നേ ഉള്ളൂ. ബാക്കി എങ്ങനെ നോക്കിയാലും ഒരു മികച്ച താരം തന്നെയാണ്. ടാക്ടിക്കലി വളരെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ തന്നെയാണ് ഈ ഒരു താരം. സോ ഗില്ലർമോ ഫെർണാണ്ടസ് ഇത്തവണ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അഗ്നി പടർത്താൻ സാധ്യതയുള്ള താരങ്ങളിൽ ഒരാളാണ്. ചുരുക്കാം എന്ന് കരുതിയിട്ട് ഇത്തിരി നീണ്ടുപോയതാണ്, സോറി.